ചെറിയൊരു മഴയുണ്ട്. ഈ ഒരു മഴ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ഒരു ഡേ ലൈഫ് വീഡിയോസ് തന്നെയാണ്. ചെറിയൊരു ഫംഗ്ഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ചെറിയൊരു സംഭവം അതൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എയർ ഫ്രയറിൽ ചിക്കൻ ഉണ്ടാക്കുന്നൊരു ടാസ്ക്കാണ് ഏറ്റെടുത്തത്. കാരണം ഞാൻ ഇപ്പോൾ ഡയറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതിലൊന്ന് ചിക്കൻ സെറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന സംഭവമാണ്. അപ്പോൾ അതിലാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് എന്താണെന്നൊന്നും ഒരു ABCD എനിക്കറിയില്ല. ഏതായാലും ചിക്കൻ്റെ ഒരു ഓപ്ഷൻ കണ്ടപ്പോൾ അതിലിടെ നെക്കി. അപ്പോൾ 200 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ നോർമലി എണ്ണയിലൊക്കെ പൊരിക്കുന്ന പോലത്തെ നല്ല രീതിയിൽ മസാലയൊക്കെ സെറ്റ് ചെയ്തിരുന്നു. ഓവർ മസാല ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഭയങ്കര കാരണം നമ്മൾ വെളിച്ചെണ്ണയിലൊന്നും പോകുന്നില്ലല്ലോ. ഞാൻ വെളിച്ചെണ്ണ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ബട്ടർ ഒന്നങ്ങനെ പുരട്ടി കൊടുത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടില്ല, ഫൈനലി കുഴപ്പമില്ലാത്ത രീതി നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് എണ്ണയിൽ കുളിപ്പിച്ചുന്ന ആളുകൾക്ക് അത്ര തന്നെ ഓക്കെ ആവില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹസുട്ടി നല്ല ചിത്രം വരെയാണ് കേട്ടോ. എനിക്ക് ബോറടിക്കുന്നുണ്ട്. ഉമ്മ ഞാനൊന്ന് ചിത്രം വരയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെയിൻറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പർച്ചേസിങ്ങിന് പോയപ്പം എന്നോട് വാശി പിടിച്ച് വാങ്ങിച്ചാണ്ട്. കാരണം ഒരുപാട് ബുക്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത്. ഈ നേരത്ത് ഓൻ്റെ വൈബ് ഇതാണ് കേട്ടോ. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പർച്ചേസിങ്ങിന് പോയപ്പോൾ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ നല്ല കണ്ടുവരുന്നുണ്ടല്ലേ, നമ്മളെ കിച്ചണിലേക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല സൈഡൊക്കെ നല്ല സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മീഷോയിലൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മളെ പാത്രമൊക്കെ ഉരയ്ക്കുന്ന സംഭവമല്ലേ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മീഷോയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഉമ്മാക്ക് കൊണ്ടു കൊടുക്കാണ്ടിട്ട് പോവാണ്. പിന്നെ ഉമ്മ നല്ല താളിപ്പ് ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടെ. എനിക്ക് നല്ല ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പപ്പടത്താളിപ്പില്ലേ, അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടൊരു ചോറ് ഞാൻ കഴിക്കൽ കുറവെന്നല്ല, ചോറ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറേ ആയിട്ട്. എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വേറെ ഫുഡ് കിട്ടൂലെന്നുണ്ടെങ്കിൽ മാത്രം കഴിക്കണം. പിന്നെ ഉമ്മ അതാ നല്ല ചിക്കൻ വറുത്തരച്ചൊക്കെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റ് മീൻസ് എൻ്റെ വലിയ ബ്രദറാണ്. അവന് ഈ 2 ദിവസം കഴിഞ്ഞാൽ ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. നമ്മളെ വീട്ടിലുള്ള ആളുകളും അവൻ മാത്രം ജസ്റ്റ് ഫുഡൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി അങ്ങനെ ഒരു സൽക്കാരം എന്നൊക്കെ പറയില്ലേ, നമ്മളെ നാടൊരു സൽക്കാരം. വീട്ടിലുള്ള ഐറ്റംസൊക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമാണ് ബോട്ടിട്ടോ. എനിക്ക് ബീഫിന് കഴിക്കാനായിട്ട് ഇഷ്ടം. ബോട്ടി നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഉമ്മ അതാ ബോട്ടി നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ശ്രമത്തിലാണ് ഗായ്സ്. അപ്പൊ ഇതൊരു സ്പെഷ്യൽ ഇതാ ഉമ്മ ഉണ്ടാക്കുന്നുണ്ട്. ചെറുപയർ ആയിട്ടില്ലല്ലേ, പായസത്തിന്റെ ഒരു തുടക്കം മാത്രം ഗൈസ്. ഒരുപാട് വേവിച്ച് കൊടുത്ത പാലില് ഇനി പാല് വാരണം, തേങ്ങാപ്പാലിന്റെ തമ്പാല് വാരണം, തൂമിക്കണം. ഇത്തിരി 1 സ്പൂൺ 2 സ്പൂൺ പൊടി. ചെറുപ്പയർ തന്നെ ഉണ്ട്, പക്ഷെ ആ ഒരു വേറെ പുറത്ത് ചെറിയൊരു മഴയുണ്ട്. ഈ ഒരു മഴത്ത് കോട്ടൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടെന്നല്ലേ, ഞാൻ ടൗണിൽ വരെ പോവാണ് എൻ്റെ അനിയന്. അപ്പോൾ എൻ്റെ അനിയന് വേണ്ടിയിട്ട് ചെറിയൊരു സൽക്കാരം സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ആരുമില്ല, എൻ്റെ അനിയന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് വേണ്ടിയിട്ട് അവന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് പോകുന്ന കാഴ്ചയാണ് കേട്ടോ. ഞാൻ പോകാൻ നേരത്തെ മഴയും പെയ്ത് അങ്ങനെ എന്തായാലും കോട്ടൊക്കെ എടുത്തിട്ട് പോവാണ്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഷവായ, അതുപോലെ തന്നെ മന്തിയൊക്കെ. അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഉമ്മ ഇവിടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പർച്ചേസിങ്ങിന് പോവില്ലേ. അങ്ങനെ ഞാനൊരു 3-4 ഷോപ്പിൽ പോയിട്ട് പല ഐറ്റംസ് വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മ അത് ഓരോന്നായിട്ട് വാങ്ങിക്കുന്നുണ്ട്. മഴ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഡിക്കിയിൽ വെച്ചതാണ് കേട്ടോ. ബ്രോസ്റ്റ് വാങ്ങിച്ചിട്ടില്ല, അൽഫാമും നമ്മുടെ ഷവായ, അതുപോലെ തന്നെ മന്തി, അങ്ങനത്തെ ഐറ്റംസ്, പൊറാട്ട ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവനോട് ഈവനിങ് ആണ് ഞങ്ങൾ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നല്ല മഴയല്ലേ പുറത്തൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈവനിങ് ഒരു 5:30 ആകുമ്പോൾ വാന്ന് പറഞ്ഞതായിരുന്നു. വേറെ ആരും ഇല്ല കേട്ടോ. അപ്പോൾ വലിയ സംഭവമൊന്നുമല്ല, നമ്മൾ വീട്ടിൽ കഴിക്കാൻ കൊണ്ടുവരുന്ന പോലെ തന്നെ
കുറച്ച് കൊണ്ടുവന്നിട്ട് അവന് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ കൊടുത്തതാണ്. പിന്നെ ആദ്യം ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ടുവന്നാൽ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഇക്കയൊക്കെ തന്നെ ആയിരുന്നു. ഇക്കയും ഞാനൊക്കെ ഇപ്പോൾ ഡയറ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഓവർ കൊണ്ടുവന്നിട്ട് ഇവിടെ ആരും കഴിക്കാത്തതുകൊണ്ട് ഒരു പാകത്തിനുള്ള മാത്രം കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. കാരണം ഞാൻ പൊറാട്ട കഴിക്കില്ല, ചപ്പാത്തി, അതുപോലെ തന്നെ ഒരുപാട് എണ്ണ ഐറ്റംസ് ഒന്നും ഇപ്പോൾ കഴിക്കുന്നില്ല. നല്ല ഡയറ്റിങ് ഫോളോ ചെയ്യുന്നുണ്ട്, വർക്കൗട്ടിന് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെതായൊരു റൂട്ടീനിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മളെല്ലാം വാങ്ങിച്ചിട്ട്. കാരണം ഓവർ കണ്ടാൽ ഞാൻ ഓട്ടോമാറ്റിക് കഴിച്ചു പോകും. നമ്മളൊരു പ്രകൃതി അങ്ങനെയാണല്ലോ. കാരണം മുന്നിൽ ഒരുപാട് വെറൈറ്റീസ് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആ ഒരു ഡയറ്റിംഗ് ഒക്കെ മറന്നു. പക്ഷെ ഞാൻ ഡയറ്റിംഗ് എടുത്താൽ അത് നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ചെറിയൊരു നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനൊരു കറക്റ്റ് ഒരു 5:30 ആയപ്പം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനവിടെ മുന്നിൽ ഇരിക്കാനായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ ഒരു നേരം കൊണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ലൈഫിലുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളും ഒക്കെ ഒരു രസമായിട്ട് ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവരും ഒന്ന് ഫോളോ ചെയ്യും. സിമി എന്നാണ് പേര് വരുന്നത്. അപ്പോൾ ഇവനാണ് പോകുന്ന താരട്ടോ. അവന് എങ്ങോട്ടാ? ഞാനൊരു കട്ടൻ ചായ, ഒരു പരിപ്പുവട, നല്ല മഴ, എന്താ വൈകും ആണേ കരിക്കോ ബ്രോസ്റ്റൊന്നും വാങ്ങിട്ടില്ല, എൻ്റെ പൈസ നക്കിയ ഞാൻ പൈസ എടുക്കേണ്ടി വരും. നല്ല മഴ അല്ലേ? ഞാൻ ഇപ്പൊ വരാം, ഒരു മിനിറ്റ്. ഇക്ക വിടല്ലേ? എന്താ ഞാൻ റെഡി. എന്നാ പോയൊക്കെ പ്രണയമണി തൂവൽ പൊടിക്കും വർണ്ണമയ വർണ്ണമയ ഗന്ധരാഗമി മഴ ഗന്ധർവരാഗമി മഴത്ത് അടിച്ചു കൂടുന്ന നല്ല മഴ പെയ്യുമ്പോൾ നമ്മളെ ഈ കളിവെള്ളമൊക്കെ വന്നിട്ട് അടിച്ചു കൂടുമ്പോണ്ടാണ് ഒരു ചട്ടിണ്ടല്ലോ. നല്ല മഴത്ത് ഇതുപോലെ മഴയും കൊണ്ടിട്ട് റൈഡ് ചെയ്യാന്ന് വെച്ചാൽ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ബ്രദർ പോയതിന് ശേഷം ഞങ്ങളിതാ മഴ കൊണ്ടിട്ട് ഒരു ചായ കുടിക്കാനുള്ള വൈബിന് ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ സ്ഥിര സ്പോട്ടായ ആലിക്കൽ പോയിട്ട് ചായയൊക്കെ കുടിച്ച് നല്ല വൈബൊക്കെ ആസ്വദിച്ച് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് ശരിക്കും എൻജോയ് ചെയ്യേണ്ടത് കേട്ടോ. ഒരുപാട് പൈസ കൊടുത്താലൊന്നും കിട്ടാത്ത ഒരു ഹാപ്പിനെസ് ആണ് ഇങ്ങനെ ഒരു റൈഡൊക്കെ പോവുക, ചായയൊക്കെ കുടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾ കൂടെ ഉണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് ഈ ഒരു വൈബൊക്കെയാണ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വൈബ്.